ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഉത്തരവാദിത്വവും പിണറായി വിജയന്റെ മേലിലേക്കാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പിണറായി മാത്രമാണോ ഈ പരാജയത്തിന്റെ ഉത്തരവാദി? പിണറായി മാത്രമല്ല എന്നുള്ളത് മാത്രമല്ല, പാർട്ടി മൊത്തത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തം നയിച്ചൊരാൾ, വലിയ തോതിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പിണറായി കൂടി ഉണ്ടായിരുന്നു. പിന്നെ പ്രജിത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതേതാണ്ട് ഭയങ്കര പരാജയമാണ്, വലിയ തിരിച്ചടിയാണെന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ എല്ലാ തവണയും എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? 5 കൊല്ലം കൂടുമ്പോൾ മുഖ്യമന്ത്രിയും ഭരണവും മാറുന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായ എല്ലാ മുഖ്യമന്ത്രിമാരും പരാജയമല്ലേ? അവരെല്ലാവരും 5 കൊല്ലം കഴിയുമ്പോൾ അറിയുന്നുണ്ട്. പിണറായി എത്ര കൊല്ലം കഴിഞ്ഞപ്പോൾ അറിയും? 10 കൊല്ലം ഇത് മാറി. ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ചോദിച്ച ചോദ്യമാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഘടകകക്ഷികളൊക്കെ പുള്ളിനെ കുറ്റം പറയാമോ? പുള്ളി ഉള്ളത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ പുള്ളി ഉള്ളതുകൊണ്ടാണല്ലോ 2021 ജയിക്കുന്നത്. അപ്പൊ പരാജയം വരുമ്പോൾ അത് പുള്ളിയുടെയും അല്ലാതെ ആയി മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, ഒരു സംശയമില്ലാതെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പല ചാനൽ ഷോകളിലും. ഇപ്പൊ ലോക്കൽ ബോഡി, നമ്മുടെ ഇതിന് തൊട്ട് മുമ്പാടുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കിട്ടിയത് 71 ലക്ഷം വോട്ടുകളാണ് LDF കിട്ടിയത്. അപ്പൊ അത് ആരുടെ പരാജയമാണ്? ഇനി അതിന് തൊട്ട് മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കിട്ടിയത് 65,90,000 വോട്ടുകളാണ്. അപ്പൊ അത് 66 ലക്ഷം വോട്ട് തികഞ്ഞിട്ടില്ല. അത് ആരുടെ പരാജയമാണ്? ഇത്തവണ നിങ്ങളെ എല്ലാം നോക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ മാധ്യമങ്ങളുടെ നെഗറ്റീവ് മൊത്തം ഉണ്ടാക്കിക്കണം ഭയങ്കര രീതിയിൽ പരാജയപ്പെട്ടു എന്നാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പ്രജിത അറിയേണ്ടത്, 2024 ലോക്സഭയിൽ വലിയ പരാജയം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അത് 65,90,000 ആയിരുന്നു. പിന്നീട് 71 ലക്ഷമായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് 81 ലക്ഷമാണ് വോട്ട്. 2016 അധികാരത്തിലേക്ക് വരുമ്പോൾ പോലും CPM കിട്ടിയിട്ടുള്ളത് 87 ലക്ഷം വോട്ടാണ് LDF കിട്ടിയിട്ടുള്ള മൊത്തം. അപ്പൊ അതിൽ ഇത്തവണ LDF കിട്ടിയിട്ടുള്ള 81 ലക്ഷം വോട്ടാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും വലിയ പരാജയം ഉണ്ടായത് സത്യമാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ, തൊട്ടിപ്പുറത്തൊരു വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടായി വളരെ കൃത്യമായിട്ട്. ശരിക്കും പറഞ്ഞാൽ UDF അവരുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വോട്ട് കിട്ടി. കാരണം 2019 കിട്ടിയത് വോട്ട് പോലും 94-95 ലക്ഷമാണ്. ഏത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ 5 ലക്ഷം 6 ലക്ഷം വോട്ടുകൾ, 5 ലക്ഷത്തോളം വോട്ടുകൾ കൂടുതൽ വന്നു. 1,50,000 വോട്ടുകളായി. അപ്പൊ യാഥാർത്ഥ്യം ഇതാണ്. അതുകൊണ്ട് പിണറായി വിജയനെ മറ്റേ ആളുകൾ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു പൊതുവായിട്ടുള്ള നരേറ്റീവ്, ഇത് വലിയ അപകടകരമായ സ്ഥിതി എന്ന് വെച്ചാൽ, പൊതുവായിട്ടുള്ള ഒരു നരേറ്റീവ് ഒന്നാമത്തത് ഇതൊരു വലിയ ഗംഭീര തോൽവിയാണ് എന്ന് പറയുന്ന ലെവലിൽ ഉണ്ടായിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പിണറായി വിജയന്റെ മാത്രം കുഴപ്പം കൊണ്ടാണ്, അദ്ദേഹത്തിന് മുഖം കാണിച്ചുകൊണ്ടാണെന്ന് പറയുന്നുകൊണ്ടുണ്ടായിരിക്കുന്നു. ഇത് അങ്ങേറ്റം തെറ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചുകൊണ്ടുണ്ടായപ്പോഴാണ് 81 ലക്ഷം വോട്ട് കിട്ടിയത്. പക്ഷെ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ പിണറായി വിരുദ്ധ വികാരവും ഒക്കെ തന്നെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളും ഒക്കെ കൂടി എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നു. അതൊരു നറേറ്റീവ് ആണോ? അത് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അവസാന 2ാം ഘട്ട ടേമിലേക്ക് വരുമ്പോഴേക്കും എത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശബരിമല കൊള്ള തന്നെ ഒരു വലിയ വിഷയമായി മാറിയിട്ടില്ലേ? അദ്ദേഹത്തിന് അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഈ പറയുന്ന ശബരിമല കൊള്ള ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ എന്താണ് പ്രജിതൊക്കെ തോന്നുന്നുണ്ട്? ഈ ശബരിമലയിൽ കൊള്ള നടക്കാൻ തുടങ്ങിയത് പിണറായി ഗവൺമെന്റിന്റെ കാലത്താണെന്ന്. ഞാനൊക്കെ അതിനു മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ അരവണ പായസം എന്ന് പറയുന്ന പായസം തന്നെ നേരത്തെ 8 കൊല്ലത്തേക്ക് എന്ത് ചെയ്തേക്കാണ്, കോൺട്രാക്ട് കൊടുത്തേക്കാണ് ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ. 8 കൊല്ലത്തേക്ക് വൻ അഴിമതിയായിരുന്നു. ആ സമയത്ത് അരവണ കിട്ടിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ശർക്കര പോലെയാണ്. അതായത് നമ്മൾ മറ്റേ പെൻസിലോ കത്തിയോ ഒക്കെ എടുത്ത് ചുരണ്ടി എടുക്കാനേ പറ്റുള്ളായിരുന്നു. കാരണം വെച്ചാൽ ഇതുപോലെ കൊടുത്താണ്. എന്നിട്ട് അതിൻ്റെ അകത്തെ പാക്കേജിങ് എങ്ങനെയാണെന്ന് അറിയാമോ? അകത്തെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അകത്ത് ലെറ്ററിംഗ് ഉള്ള പാക്കിംഗ് ആണ്. പ്രജ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൊടിയ വിഷം എന്ന് പറയുന്നത് ഈ പേപ്പറിൽ പൊതിഞ്ഞ സാധനങ്ങളല്ല. ഈ പേപ്പറിൽ പൊതിഞ്ഞ് തന്നാൽ പോലും കുഴപ്പമില്ല. പേപ്പറിലെ മഷി എന്ന് പറയുന്നത് വലിയ കെമിക്കലായിട്ടുള്ള സാധനമാണ്. ആ കെമിക്കൽ വെച്ച് പ്രിന്റ് ചെയ്ത സാധനം അകത്തുണ്ടായിരുന്നു. ഇനി ഇത് പോട്ടെ, രാമൻ നായരുടെ കാലത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന രാമൻ നായരുടെ കാലത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോഴും മറ്റേ ശിവകുമാറിന്റെ കാര്യത്തിൽ ശിവകുമാറിന്റെ അനിയനെതിരെയുള്ള ആരോപണം 1,82 ലക്ഷം രൂപയുടെ പാത്രങ്ങൾ മേടിച്ചതിൽ വഴി അഴിമതിയാണ്. ശബരിമലയിൽ നിങ്ങൾ തുറന്നൊരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കിക്കോ, ശബരിമല അടക്കം കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും വിശ്വാസം പറഞ്ഞിട്ട് യാതൊരു വിശ്വാസവും ഇല്ലാത്ത, ദൈവമില്ലെന്ന് വിചാരിക്കുന്ന ആളുകളിരുന്ന് വലിയ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരുന്നത് എല്ലാ കാലത്തും. അത് ശരിയാണ്, പിണറായി വിജയന്റെ കാലത്ത് 10 കൊല്ലം ഉണ്ടായപ്പോഴത്തേക്ക് കുറച്ചുകൂടി കൂടുതൽ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് മാത്രം ഒരു വലിയ പ്രശ്നമായി മാറുകയും യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമാക്കി മാറ്റിയത് എന്താണെന്നറിയോ?
ഇദ്ദേഹം കടക്ക് പുറത്തു എന്ന് പറഞ്ഞതും ഇദ്ദേഹം ബാക്കിയുള്ള ഈ പറയുന്ന പോലെ വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞൊക്കെയാണ്. അതായത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഭരണത്തിലിരിക്കുന്നയാളുടെ ഭരണപരമായിട്ടുള്ള ഒരു നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്യാതിരിക്കുകയും കൃത്യമായി ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം, അതായത് ആളുകളെ വൈകാരികമായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഈ ഇമേജ് ഉണ്ടായത്. എനിക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്നോ ആന്റി പിണറായി വിരുദ്ധ വികാരം ഉണ്ടായില്ലെന്നല്ല, ആ വികാരം കൃത്യമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത് മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഈ ഗവൺമെന്റിനെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ഒരു അഴിമതി ആരോപണം വളരെ സീരിയസ് ആയിട്ട് ഒരു മന്ത്രിക്കെതിരെയുള്ള ഒരു അഴിമതി ആരോപണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അത്തരത്തിലുള്ള അഴിമതി ആരോപണം കണ്ടിട്ടില്ല. വികസനം ഉണ്ടായതോ ഇല്ല എന്നുള്ളത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. പകരം ഒരു ഗവൺമെന്റിന്റെ ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ ആശാ സമരം മുതൽ ഇങ്ങോട്ട് ഒരു വലിയ ഹൈപ്പ് നേരത്തെ ഉണ്ടാവുകയും അതിൽ ആശാ സമരം മുതൽ ഇങ്ങോട്ട് വളരെ കൃത്യമായ ഒരു നരേറ്റീവുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ കൃത്യമായി ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്താണ്. ആ പിടിയിലേക്ക് പാർട്ടിയും സഖാക്കളും പോലും വിട്ടുപോയി. പാർട്ടി അടക്കം അതിനെതിരെ ഒന്നും ചെയ്തില്ല. യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മന്ത്രി പോലും ഇതിനൊന്നും ന്യായീകരിക്കാൻ വന്നില്ല. എന്താ കാര്യമുള്ളത്? ഒരു മന്ത്രിയോ CPM അല്ലെങ്കിൽ LDF പോലും കാര്യക്ഷമമായി ഇതിനെ ന്യായീകരിച്ചില്ല. പിന്നെ കൂട്ടത്തിൽ നിൽക്കുന്ന ഘടകകക്ഷികൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഉന്തിനൊപ്പം ഒരു തള്ളും എന്ന് പറയുന്ന പോലെ ഘടകകക്ഷികളൊക്കെ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ഇതേതാണ്ട് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം അല്ലാന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയത്തെല്ലാം വെച്ച് പിണറായിക്കെതിരെ എന്ത് ചെയ്തു? വർത്തമാനം പറഞ്ഞു. അല്ലാതെ എന്ത് ചെയ്തിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫേക്ക് നരേറ്റീവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഗവൺമെന്റുകൾ ഇക്കാലത്ത് മറിച്ചിടാം, ഒരു സംശയമില്ല. ഞാനും പ്രജിതയും പോലും ഇതിൽ സ്വാധീനിക്കപ്പെടും എന്നുള്ള ആരും സംശയമില്ല. ഈ ജനഗണമന എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ട്, അതായത് ഓരോ 10 സെക്കൻഡിലും ഓരോ 40 സെക്കൻഡിലും ഒരു ബലാത്സംഗം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷെ വൈ ദിസ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബലാത്സംഗത്തിന്റെ കാര്യം, ഈ സബ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടത് മാത്രം കേട്ടിട്ട് എങ്ങനെയാണ് നാഷണൽ വനിതാ കമ്മീഷൻ ഞെട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ള ബലാത്സംഗങ്ങളെല്ലാം നമുക്കൊരു ഞെട്ടലുണ്ടാകാതിരിക്കുകയും ഈ ഒരു കേസ് മാത്രം എങ്ങനെയാണ് എന്ത് ചെയ്യുകയും ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഓരോ 10 സെക്കൻഡിലും ഓരോ 40 സെക്കൻഡിലും നിങ്ങൾ വനിതാ കമ്മീഷൻ എന്ത് ചെയ്യണ്ടേ? ഞെട്ടണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, വളരെ സെലക്റ്റീവായി കാര്യങ്ങൾ പിക്ക് ചെയ്യുകയും ആ പിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ജനത്തിന് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പിക്ക് ചെയ്ത് വാർത്ത കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രീതി. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പടക്കം മൈൽഡായി തുടങ്ങിയത്? ഓർമ്മയുണ്ട? എപ്പോഴാണെന്ന് ഓർമ്മയുണ്ട? ഓർമ്മയുള്ളത് അടൂർ പ്രകാശിനെയും അതുപോലെ തന്നെ ആന്റോ ആന്റണിയെയും അതുപോലെ സോണിയാഗാന്ധിയുടെ വീട്ടിലും ഈ കട്ടവനും ഈ മേടിച്ചവനും ഒക്കെ കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴേക്കും എന്ത് ചെയ്തു? ഈ പതുക്കെ ഇത് ഡൗൺ പ്ലേ ചെയ്യാൻ തുടങ്ങി. എന്താ ഡൗൺ പ്ലേ ചെയ്യാൻ തുടങ്ങിയത്? അന്വേഷണം ആ വഴിക്കും പോകും. അന്വേഷണം പോകേണ്ട പ്രശ്നമല്ല. അന്വേഷണം പോയിട്ട് പാരാവസ് ചെയ്യാനൊന്നുമില്ല. സോണിയാഗാന്ധിക്കൊന്നും ഇതിൽ പങ്കെടുന്നുണ്ടാവുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് വന്നതോടുകൂടി പിന്നെ പിണറായി വിജയനെതിരെയുള്ള ഒരു കുന്തവനെ നീട്ടിവെക്കാൻ പറ്റില്ലെന്ന് ആളുകൾ മനസ്സിലായതുകൊണ്ട് ആ വാർത്ത തട്ടിക്കളഞ്ഞു. പിന്നെ താങ്കൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം, പിന്നെ ഉടനെ തന്നെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി കടക്കു പുറത്തെന്ന് പറഞ്ഞു. എന്നാ കടക്കു പുറത്തെന്ന് പറഞ്ഞു? ഇനി എന്നാണ് കത്രിക വയറ്റി കുടുങ്ങിയ സംഭവം ഉണ്ടായതെന്നറിയോ? ഷൈല ടീച്ചറിക്കുമ്പോൾ ഉണ്ടായതാണ്. പക്ഷെ അതിപ്പോൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. സത്യത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴാണ് വീണ ജോർജാണ് ഇത് എൻ്റെ കാലത്താണ് ഇത് സംഭവിച്ചതെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാനിടക്ക് ആദ്യം വാർത്ത കേട്ടപ്പോൾ വിചാരിച്ച പിന്നെയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. അപ്പം അത്തരത്തിൽ കൃത്യമായി മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു നരേറ്റീവ് ഉണ്ടാക്കാം. ഈ നരേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടു നേരത്തെ. എപ്പോഴാണെന്നറിയാമോ? പപ്പു എന്ന് വിളിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധി കഴിവില്ലാത്തവരാണെന്നൊക്കെ നമ്മളിൽ മഹാഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിച്ചു പോയിരുന്നു. എന്താ കാര്യം? രാഹുൽ ഗാന്ധിയെ നമ്മൾ രാവിലെ വൈകുന്നേരം കൊണ്ട് സംസാരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയതാണ്. ജോഡോ യാത്ര നടത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഇവിടെ എന്തായിരുന്നു? അപ്പൊ അതുകൊണ്ട് ഓരോ സമയത്തും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണുള്ളത്. അതിനിപ്പോൾ പഴയ പോലെയല്ല, വലിയ കാശില പോലുമില്ല. സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും പിടിക്കണ്ട. എന്ത് ചെയ്താൽ മതി? സോഷ്യൽ മീഡിയ പിടിച്ചാൽ. സോഷ്യൽ മീഡിയ കാശില വെക്കാനുള്ളവരുണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ പ്രതിച്ഛായ നിർമ്മാണം നടത്തുന്നത് ഓഫർ ചെയ്യണേ, കാശ് കൊടുക്കണം. കാശ് മുടക്കിയിട്ട് 100, 150 ഫേക്ക് ഐ ഡിയും ഉണ്ടാക്കി വെച്ച് 1500, 2000 ലക്ഷക്കണക്കിന് ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കി വെച്ച് എന്ത് ചെയ്യാം? ഒരു പ്രതീതി നിർമ്മാണം നടത്താം. ഈ പ്രതീതി നിർമ്മാണത്തിന്റെ കൃത്യത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? നമുക്ക് തന്നെ ഒരു ഹൈപ്പ് അറിയാതെ സൃഷ്ടിക്കും. ഇവിടെ ഈ ശങ്കറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. പേര് പുറത്തു പറയൂല, ഒന്നും പുറത്തു പറയൂല. എന്നിട്ട് രഹസ്യമായിട്ട് കുറെ വിവരങ്ങൾ അവർ പുറത്ത് വിടും. ഈ നമുക്ക് നേരെ ഒരു കാര്യം കണ്ട് നമുക്ക് നോക്കാൻ തോന്നുന്നില്ല, നമുക്ക് ഒളിഞ്ഞു നോക്കാൻ ഇഷ്ടമാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലീക്കായി കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് കാണാൻ
ടെൻഡൻസി ഉണ്ട്. അപ്പൊ സിനിമയിലെ രംഗങ്ങൾ ഇവര് തന്നെ ലീക്കായിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞൊരു നടൻ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ സീറ്റ് ബുക്ക് ചെയ്തൊരു വിമാനത്തിൽ. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാ സീറ്റുകളും പെൺകുട്ടികൾ ബുക്ക് ചെയ്തു ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം. വാർത്ത വരികയാണ്. ഇതൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ അന്ന് അത്ര ബോധമില്ല. ഇന്നിപ്പോൾ നമുക്കും അറിയാം, ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി അങ്ങനെ കൃത്യമായിട്ടൊരു ഈവന്റ് സംഘടിപ്പിക്കുകയും അങ്ങനെ ആളുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ വാർത്ത എന്ത് ചെയ്യപ്പെടുന്നതാണ്, പ്ലാന്റ് ചെയ്യപ്പെടുന്നതാണ്. സിനിമയിലൊക്കെ അങ്ങനെ തന്നെ വലിയ ഹൈപ്പ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പല സിനിമകളും, ഇപ്പോൾ കന്നഡയിലുള്ള ചില സിനിമകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരെ ക്ഷമിക്കേണ്ടത്, അവരൊക്കെ ഉണ്ടാകുന്നത് ഇത് ഹൈപ്പ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. ഓക്കെ, അതിനൊരു മിനിമം മെറിറ്റ് വേണം. ആ മിനിമം മെറിറ്റ് ഉണ്ട്, സിനിമ ഓടാനുള്ള ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി ഹൈപ്പ് ഞാൻ ചെയ്തു കൊടുക്കാം. നിങ്ങൾ 6 മാസം മുമ്പ് വന്ന് കണ്ടക്ട് ചെയ്യണം. സിനിമ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, വരുന്നതിന് മുമ്പ് വരണം. പാട്രിയോട്ട്, മറ്റേ ഒടിയൻ കിടിയൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൾ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇപ്പം ഇതിൻ്റെ യൂസേജ് ഭയങ്കരമായി തുടങ്ങിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം പണ്ട് നമ്മളെ സിനിമയിൽ ഒരു പെൺകുട്ടി കണ്ണിറുക്കൽ ലോകം മുഴുവൻ ഫേമസ് ആയില്ലേ. നിങ്ങൾ വിചാരിച്ചത് ഇത് വെറുതെയാണെന്ന്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, ടോപ്പിക്കായിട്ട് ബന്ധമില്ലല്ലോ, എങ്കിലും ഒരു കാര്യം കൂടി പറയാം. നമ്മുടെയൊക്കെ സൗന്ദര്യബോധം എങ്ങനെ മാറിയെന്നുള്ളതൊന്നും പഠിക്കണ്ട. പണ്ട് പല സിനിമകളിലും നാടകങ്ങളിലും കവിതകളിലും ഒക്കെ നിങ്ങൾ എടുത്തു വെച്ചോ, തടിച്ച സ്ത്രീകൾ സുന്ദരികളായിരുന്നു. മറ്റേ മെലിഞ്ഞ സ്ത്രീകളൊക്കെ ഉണ്ടായ വീട്ടിലൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് അയാൾ. അതുകൊണ്ട് മരുത്വ, പഞ്ചജീര്, ഗുഡം ഒക്കെ വിറ്റഴിയായിരുന്നു. ഇപ്പം ഗുഡം വിറ്റഴിയൂല. ഇപ്പം മെലിയാനുള്ള സംഭവങ്ങൾ മാത്രം വിറ്റഴിയും. കാരണം എന്താ പറയുക, തടിച്ചിരിക്കുന്നതിൽ വലിയ അപകർഷതാബോധം സൃഷ്ടിച്ചു. ഇത് ആര് സൃഷ്ടിച്ചു എന്ന് താങ്കൾക്കറിയോ? പറയുമ്പോൾ ഞെട്ടലുണ്ടാവും. ഇന്റർനാഷണൽ ലെവലിലുള്ള മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ ഇരുന്ന് കൂടിയാലോചിച്ച് ലോകം മുഴുവൻ ഒരേ സൗന്ദര്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഒരേ ഉൽപ്പന്നം വിൽക്കാൻ കഴിയൂന്ന് വിചാരിച്ചുകൊണ്ടാണ്. ആഫ്രിക്കക്കാർ വിചാരിക്കുന്നത് കറുത്താണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലി ഇവിടെ വിൽക്കാൻ പറ്റില്ല. അവരും വിചാരിക്കണം വെളുത്തതാണ് സൗന്ദര്യം എന്ന്, ഇപ്പുറത്തെ ആളുകളും വിചാരിക്കണം എന്ത്, വെളുത്താണ് സൗന്ദര്യം എന്ന്. അപ്പോഴേ എല്ലാം ഒരുമിച്ച് വിൽക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഉള്ള സംഭവം എന്താണെന്നറിയോ, 25,000 കോടി രൂപയിലധികം വരുന്ന വെളുക്കാനുള്ള ക്രീം, 50,000 കോടി രൂപയിൽ കൂടുതലുള്ള ട്രെഡ്മില്ലുകൾ, മറ്റേ ഹെൽത്ത് ബിസിനസ്സുകൾ, ഹെൽത്ത് ക്ലബ്ബുകളിലൊക്കെ ബിസിനസ്സുകൾ, ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകൾ. ഇതുകൊണ്ടെല്ലാം ഉണ്ടാകാവുന്ന അസുഖങ്ങളുടെ ബിസിനസ്, വേറെ ഹോസ്പിറ്റലുകൾ. ആഹാ സുന്ദരം. അപ്പം ഇതൊക്കെ ഈവൻറ്റുകൾ. ഇപ്പം മറ്റേ നമ്മുടെ അഭിഷേക് ബച്ചൻ്റെ ഭാര്യ, മറ്റേ ഈ പറയുന്ന ഐശ്വര്യ റായും സുസ്മിതാ സെന്നും ഒക്കെ തന്നെ ഇതുപോലെ സൗന്ദര്യ മത്സര പട്ടമൊക്കെ നേടിയതുപോലെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ പറയുന്ന പൊളിറ്റിക്സിലുമൊക്കെ ഇത്തരത്തിലുള്ള ഈവൻറ്റുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാണ്. ആ ഈവൻറ്റുകളുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ചെയ്തതെല്ലാം ശരിയാണെന്നോ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇപ്പം CPIയോട് ചർച്ച ചെയ്യാതെ, ഘടകകക്ഷികളോട് ചർച്ച ചെയ്യാതെ പോയി മറ്റൊന്ന് ഒപ്പിട്ടൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. PM-ശ്രീ പദ്ധതി ഒന്നും ഒപ്പിടേണ്ട കാര്യം ഇല്ല. പിന്നെ ഇപ്പൊ മറ്റേ ഇദ്ദേഹത്തെ വെട്ടിക്കൊന്നത്, 51 വെട്ടിക്കൊന്നത് എന്ന് പറയുന്നത്, KK രമയുടെ ദുഃഖം, അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല, ന്യായീകരിക്കാൻ. പാർട്ടിക്ക് പറ്റിയ വലിയ തെറ്റുകളാണ്. പക്ഷെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രചരണത്തെ കൃത്യമായി തടയിടാൻ കഴിഞ്ഞില്ല. ഇനി ഞാനൊരു കാര്യം കൂടി താങ്കളോട് പറയാം. ഇന്ന് വൈകുന്നേരം ഇപ്പം പോലും മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, ഈ പിണറായി വിരുദ്ധയുടെ ഹാങ് ഓവറിൽ നിന്ന് വിടാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ, പിണറായി വിജയൻ ഈ പോസ്റ്റിൽ നിന്ന് ഇറങ്ങി വേറൊരു ആള് ആ പോസ്റ്റിലേക്ക് വന്നു നോക്കട്ടെ, നാളെ മുതൽ അയാൾ അറ്റാക്ക് ചെയ്യപ്പെടും. ഇപ്പം കുഴപ്പമില്ലെന്ന് പറയും. ഇപ്പം നമ്മൾ പറയും പിണറായി മാത്രമാണ്, ഏക വ്യക്തിത്വമാണ് കുഴപ്പമുള്ളത്, ഏത് പാർട്ടിയൊന്നും ഭരിച്ച ഒരു കുഴപ്പം ഇല്ലെന്ന് പറയും. പക്ഷെ പിണറായി ഒന്ന് മാറി നോക്കട്ടെ, എന്ത് ചെയ്യും? കാലാകാലങ്ങളായി പണ്ട് VS അച്യുതാനന്ദനെയും പിണറായിയെയും CPM സെക്രട്ടറിമാരെയും ഒക്കെ ഇതുപോലെ തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ അറ്റാക്കുകളൊന്നും ഇത്ര ബുദ്ധിപൂർവമായിരുന്നില്ല, ഇത്ര ബുദ്ധിപൂർവം ആയിരുന്നില്ല. അതാണ് ഞാൻ നേരത്തെയുള്ള ഇതിലും പറഞ്ഞാൽ, പിണറായി നടത്തുമ്പോൾ മോഡി കൂട്ടൽ 90 ലക്ഷം രൂപ, ഇത് വെറും 4 കോടി രൂപ, അറ്റകുറ്റപ്പണി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് പോലും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, അവതരിപ്പിക്കാം. മനസ്സിലായ? അപ്പോൾ മേനോൻ എന്ന് വിളിക്കുമ്പോൾ അതിനെന്താ തെറ്റുള്ളതൊന്നും അച്ഛൻ്റെ പേരിൽ മാറ്റാൻ പറ്റുമെന്ന് എന്ത് ചെയ്യും? അതേസമയം നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ ഒരേ മേനോ, ഇക്കാലത്ത് ഈ ജാതി പോലെ കാര്യങ്ങൾ പറയും. ഇനി ഉണ്ടെങ്കിൽ തന്നെ പുള്ളി പുറത്തു പറയേണ്ട കാര്യമുള്ളൂ. രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ന്യായമാണെന്ന്
തോന്നുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മറ്റേ ജോയ ലുക്കാസിൻ്റെയും ഗിരിപ്പൈ ജ്വല്ലറിയുടെ ഒക്കെ പരസ്യമാണ്. രണ്ട് കേൾക്കുമ്പോൾ ശരിയാണ് തോന്നുന്നു. ഗിരിപ്പൈ ജ്വല്ലറി എഴുതി വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് മറ്റെങ്ങും ബ്രാഞ്ചുകളില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ബ്രാഞ്ച് ഉള്ളത് വൃത്തിയിടാണ്. ജോയ ലുക്കാസ് 35 രാജ്യങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. അതും കൊള്ളാം. രണ്ടും നമുക്ക് ഒരേപോലെ എന്ത് ചെയ്യാൻ തോന്നും. കൊള്ളാത്. കരിമ്പങ്കാല എന്ന് പറഞ്ഞാൽ കോട്ടയത്തൊരു ഷാപ്പുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേരിൽ മറ്റെങ്ങും ബ്രാഞ്ചില്ല. തൊട്ടപ്പുറത്ത് വേറൊരു കരിമ്പങ്കാല ഉണ്ട്, അതുകൊണ്ട് അവരത് എഴുതി വെച്ചേക്കണം. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ഈ നാട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. നിങ്ങൾ കറുത്തവനാണ് എന്ന് പറയാം, നിങ്ങൾ കറുപ്പിന് എന്ത് സൗന്ദര്യമാണെന്ന് എന്ത് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. അല്ലാതെ ഇതിനകത്ത് വേറെ കഥയും കവിതയൊന്നുമില്ല. മനസ്സിലായ? ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ചില ആളുകൾ പറഞ്ഞു രാഷ്ട്രീയത്തിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് രാഷ്ട്രീയ നേതാവാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്രയൊന്നും നമ്മുടെ നാട് എന്ത് ചെയ്തിട്ടില്ല, നന്നായിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ സ്ട്രെയിറ്റ് ആവുന്നവർക്ക് പിടിച്ചിരിക്കാൻ കുറച്ച് പണിയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് പിണറായിയുടെ പോലെ പുറത്തേക്ക് മാത്രമായി ഇതൊന്നും കരുതി വെക്കണം. അങ്ങനെയാണെങ്കിൽ പിണറായി ഇല്ലാതെ പെർഫോം ചെയ്തിട്ട് 65 ലക്ഷം അല്ലെങ്കിൽ പിണറായിയുടെ മുഖം കാണിക്കാതിരുന്നിട്ട് 66 ലക്ഷം വോട്ടാണ് കിട്ടിയേക്കുന്നത്. ശരിയാണ്, 2021 കമ്പയർ ചെയ്യുമ്പോൾ 94 ലക്ഷം വോട്ടിൽ നിന്ന് ഒരു 13 ലക്ഷം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ അതിനെ വസ്തുതാപരമായി പാർട്ടി നേരിടണം. പാർട്ടി ചെയ്യാതിരുന്നൊരു കാര്യം ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, അതും കൂടി പറയാതെ പൂർണ്ണമാവില്ല. പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഏതെങ്കിലും നേതാവിനെ നോക്കിക്കോ, അപ്പോൾ ഇവർ തടിച്ച് താഴെ ഇടും. ഇപ്പം ഏറ്റവും കൂടുതൽ വിമർശനം നേടുന്ന 2 പേരും കൂടിയുണ്ട്. ആരൊക്കെയെന്നറിയോ? ഒന്ന് MP നികേഷ് കുമാർ, ഒന്ന് സ്വരാജ്. സ്വരാജ് എന്താ വിമർശനം നേരിടണമെന്ന് അറിയോ? ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് സ്വരാജ് എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായി? ഇത് ഭാവിയിലേക്ക് ഞങ്ങൾക്ക് വളർന്നു വരുന്ന പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒരുത്തനാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. MP നികേഷ് കുമാർ എത്ര തവണ പ്രജിതാന്റെ എത്ര വീഡിയോ കാണണം? MP നികേഷ് കുമാർ അച്ഛനെ ഉപദ്രവിച്ചതിനുള്ള പ്രതികാരം തീർക്കാനായിട്ട് വന്ന് പാർട്ടിക്കകത്തേക്ക് കയറി ഇവിടെ ഇരുന്ന് എന്ത് ഷു ഏത് ട്രോജൻ കുതിരയായിട്ട് ആര് വന്ന് കയറി. പക്ഷെ ഇത് എത്ര വീഡിയോ കണ്ടിട്ടും ആർക്കും മനസ്സിലായിട്ടില്ല. ഗോവിന്ദ മാഷ്ക്ക് മനസ്സിലായിട്ടില്ല, പിണറായി വിജയന് മനസ്സിലായിട്ടില്ല. പാവങ്ങൾ പച്ചവെള്ളം ചവച്ചു പിടിക്കുന്നത് അവർ നികേഷ് കുമാറിനെ വിശ്വസിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആരോട് ഈ പറയുന്നത്? അപ്പം അതുകൊണ്ട് ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിലെ മേക്ക് ഓവറുകളാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മീഡിയകളില്ല നമ്മുടെ നാട്ടിൽ. ഇത് കട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പെടണം. ഇപ്പം മീഡിയകളില്ല നമ്മുടെ നാട്ടിൽ. ശരിക്കും പറഞ്ഞാൽ മേക്ക് ഓവർ സ്റ്റുഡിയോസേ ഉള്ളൂ. ആ മേക്ക് ഓവർ സ്റ്റുഡിയോകളിൽ സതീശനെ മേക്ക് ഓവർ ചെയ്തെടുത്തതാണ് വിനു ബി ജോണും അതുപോലെ തന്നെ നമ്മുടെ ദാവീദ് സാഹിബും കൂടിയിട്ട് മേക്ക് ഓവർ ചെയ്തെടുത്തു. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ നല്ല മേക്ക് ഓവറായിരുന്നു. എനിക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ അത്ര കാശില്ലാത്തതുകൊണ്ട് എനിക്ക് ഇന്ന് അങ്ങനെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ ഒറ്റ ദിവസം കൊണ്ട് എന്നെ എന്ത് ചെയ്താൽ കേരളത്തിലെ സാംസ്കാരിക നായകനും വിദ്യാഭ്യാസ വിചക്ഷണവും ഒക്കെ മാറ്റി. അപ്പം അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അത്ര കാശില്ല. അതേസമയം മറ്റേ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു, മറ്റവരുടെ മേക്ക് ഓവർ അത്രത്തോളം വിജയിച്ചു. ആ മേക്ക് ഓവർ തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം തുടരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.